വ്യത്യസ്തമായി ചിന്തിക്കുവാൻ അബ്രഹാമിന്റെ ജീവിതം എന്നെ വെല്ലുവിളിക്കുക. വിശ്വാസത്താൽ തന്റെ ജീവിതം നടത്താൻ തെരഞ്ഞെടുത്ത അബ്രഹാം തന്റെ ജീവിതത്തെയും തുടർന്നുള്ള തലമുറകളുടെ ജീവിതത്തെയും മാറ്റി മറിക്കുന്ന ഒരു യാത്ര ആരംഭിച്ചു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളായിരിക്കുന്ന ആശ്വാസ മേഖലകൾക്കപ്പുറം ജീവിക്കുവാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധ്യതയുള്ള കംഫർട്ട് സോണുകളുടെ ഉദാഹരണങ്ങൾ ഇതാണ്. വർഷങ്ങളായി നിങ്ങൾക്കുള്ള ഒരു ചെറിയ കൂട്ടം സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ആകുമെന്ന് ഉറപ്പുള്ള ചിലതിന്റെ തഴക്കം, നിങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിതത്വം തോന്നുന്ന സ്ഥലങ്ങളും ആളുകളും, വിവാദങ്ങളോ വികാരങ്ങളോ ഒഴിവാക്കുന്ന സംഭാഷണങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന ജോലികൾ, സഹായമോ വലിയ പരിശ്രമമോ ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളത്, നിങ്ങളുടെ മുഖത്തിന് കേടുവരുത്താത്ത ഉത്തരവാദിത്തങ്ങൾ മാത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കിടക്കുക ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അബ്രഹാമിന്റെ ജീവിതം പരിശോധിച്ചുകൊണ്ട് വ്യത്യസ്തമായി ജീവിക്കാൻ ഏതുതരം വിശ്വാസമാണ് ആവശ്യമെന്ന് നമുക്ക് നന്നായി പഠിക്കാനാണ്. നിങ്ങളുടെ സ്വന്തം ആത്മീയ യാത്ര ആരംഭിക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ചുള്ള ഈ ബൈബിൾ പഠനം നിങ്ങളെ സഹായിക്കും. ചിന്തിച്ച് പ്രതിഫലിപ്പിക്കുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ അസ്വസ്ഥനാക്കിയ ഒരു സാഹചര്യത്തിൽ അവസാനമായി എപ്പോഴാണ് നിങ്ങൾ എത്തിച്ചേർന്നത്? നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലവാരത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകി തരും. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.